ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൗമ്യ. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും, നമ്മുടെ വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്പാണ്. എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. കാപ്പിപ്പൊടിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ കാപ്പിപ്പൊടി നമ്മുടെ മുഖസൗന്ദര്യത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് നൽകുന്ന ഒന്ന് തന്നെയാണ് കാപ്പിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാപ്പിപ്പൊടി നമ്മുടെ സൗന്ദര്യത്തിൽ ഉണ്ടാക്കുന്ന കുറച്ചേറെ മാറ്റങ്ങളും അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതും അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എന്താ പറയുക, വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതുമായ സൗന്ദര്യ സംരക്ഷണ മാർഗ്ഗമാണ് കാപ്പിപ്പൊടി ഫേസ് പാക്കുകൾ എന്ന് പറയുന്നത്. കാപ്പിപ്പൊടിയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് സവിശേഷത നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്നുണ്ട്. സൂര്യപ്രകാശം, അന്തരീക്ഷ മലിനീകരണം എന്നിവ മൂലം നമ്മളെ അകാലത്തിൽ പലരുടെയും ചർമ്മം വേഗം പ്രായമായ പോലെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ടല്ലോ. ഇത് നമുക്ക് ചെറുക്കാനായിട്ട് കാപ്പിപ്പൊടി ഉപയോഗിച്ചുള്ള ഫേസ് പാക്കുകളിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ കാപ്പിപ്പൊടി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കാപ്പിപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മത്തെ ബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മുഖത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ വളരെ വേഗം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫലം കിട്ടുന്ന കാപ്പിപ്പൊടി ഉപയോഗിച്ചുള്ള ഫേസ് പാക്കുകളും സ്ക്രബുകളും എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഞാൻ പറയുന്നത്. കാപ്പിപ്പൊടി യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് അല്പം കാപ്പിപ്പൊടിയും കറുവപ്പട്ട പൊടിയും പഞ്ചസാരയും ചേർത്തിട്ട് യോജിപ്പിക്കുക. എണ്ണ തണുത്തതിന് ശേഷം നമ്മുടെ മുഖത്തും അതുപോലെ കഴുത്തിലും പുരട്ടി കൊടുക്കുക. വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തുകൂടി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മുടെ മുഖം കഴുകി കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ രണ്ടെന്ന് പറയുമ്പോൾ ഒരു ബൗളിൽ നമ്മൾ 1 സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ട് ഇതിലേക്ക് 2-3 സ്പൂൺ കറ്റാർ വാഴയുടെ ജെല്ല് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതുപയോഗിച്ച് ഒരു 15 മിനിറ്റ് വരെ നമ്മുടെ മുഖത്ത് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം 15 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്തുകൂടി കൊടുക്കുക. അതിനുശേഷം മുഖം കഴുകി വൃത്തിയാക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഇത് നമ്മൾ വരണ്ട ചർമ്മമുള്ളവർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഒരു പാത്രത്തിൽ 4-5 സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക. ഇതിലേക്ക് 5 സ്പൂൺ പാല്, 2 സ്പൂൺ തേന് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമ്മുടെ മുഖത്ത് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ നമ്മുടെ മുഖം കഴുകി വൃത്തിയാക്കാവുന്നതാണ്. പിന്നെ നാലാമതായിട്ട് ഒരൽപ്പം കാപ്പിപ്പൊടി തണുത്ത വെള്ളത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ പനിനീരിലോ ചാലിച്ചിട്ട് നമ്മുടെ കണ്ണിന് മുകളിലും കറുത്ത പാടുകളുള്ള നമ്മുടെ ഫേസിൽ കറുത്ത പാടുകളുള്ള സ്ഥലങ്ങളിൽ പുരട്ടി കൊടുക്കുക. ഏകദേശം ഒരു 20 മിനിറ്റുകൾക്ക് ശേഷം തണുത്ത വെള്ളത്തിൽ നമ്മുടെ മുഖം കഴുകി കൊടുത്താൽ ഇതുവഴി നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന വീക്കവും അതുപോലെ കറുപ്പ് നിറവും നമ്മുടെ ചർമ്മത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുന്ന കറുപ്പ് നിറവും ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അഞ്ചാമതായിട്ട് നമുക്ക് ഈ രീതിയിൽ കാപ്പിപ്പൊടി യൂസ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുന്ന അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് അല്പം കാപ്പിപ്പൊടി ഒലിവ് ഓയിലിലോ അല്ലെന്നുണ്ടെങ്കിൽ പാലിലോ വെളിച്ചെണ്ണയിലോ അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തേനിലോ ചാലിച്ചിട്ട് നമ്മുടെ മുഖത്ത് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഒരു 10 മുതൽ ഒരു 15 മിനിറ്റ് വരെ നമ്മളിത് മുഖത്ത് മസാജ് ചെയ്ത ശേഷം നമുക്ക് കഴുകി കളയാം. വളരെ പെട്ടെന്ന് ഇഫക്റ്റീവായിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ കഴിയുന്നത്, കാപ്പിപ്പൊടി ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ലളിതമായിട്ടുള്ള കുറച്ച് ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകുന്നതായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഇഫക്റ്റീവാണ്. നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്കിതിലൂടെ കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നോട് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.